ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ ചാനൽ അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്റർനാഷണൽ നെൽസൺ മണ്ടേല ഡേ എന്നാണ്. അപ്പോൾ എന്നാണ് അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനം ആചരിക്കുന്നത്? ജൂലൈ 18. അപ്പോൾ ജൂലൈ 18-നാണ് ഇന്റർനാഷണൽ നെൽസൺ മണ്ടേല ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ നെൽസൺ മണ്ടേല ദിനം എന്ന് പറയുന്നത് ജൂലൈ 18-നാണ്. ഇത് യുണൈറ്റഡ് നാഷൻ ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്? യുണൈറ്റഡ് നാഷൻ, UN ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യുഎന്റെ ആസ്ഥാനം നമുക്കറിയാം ന്യൂയോർക്കാണ്. അന്റോണിയോ ഗുട്ടറസ് ആണ് യുഎന്റെ സെക്രട്ടറി ജനറൽ എന്നുള്ള ഓർക്കുക. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് ഇത് കൊമമറേറ്റ് ചെയ്യുന്നത്. ബർത്ത് ആനിവേഴ്സറി ആണ് ഇത് ഓർമ്മയൊക്കെയായിട്ട് ഈ ഒരു ദിനം എടുക്കുന്നത്, ജൂലൈ 18 എടുക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ നെൽസൺ മണ്ടേല ഡേ എന്ന് പറയുന്നത് ജൂലൈ 18-ആണ്. UN ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ തീം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ തീം, ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ ഇൻസ്പയർ ചേഞ്ച്. ടേക്ക് ആക്ഷൻ ഇൻസ്പയർ ചേഞ്ച് എന്നുള്ളതാണ് ഇന്റർനാഷണൽ നെൽസൺ മണ്ടേല ദിനവുമായി ബന്ധപ്പെട്ടുള്ള ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെൽസൺ മണ്ടേലയെ പറ്റി പറയുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ആണ് ആര്? നെൽസൺ മണ്ടേല. അപ്പോൾ ആദ്യത്തെ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ആണ് സൗത്ത് ആഫ്രിക്കയുടെ നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. 1993 നോബൽ പ്രൈസ് അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ് ആര്? നെൽസൺ മണ്ടേല. അപ്പോൾ 1993 നോബൽ പ്രൈസ് വിന്നർ ആരാണ്? നെൽസൺ മണ്ടേലയാണ്. അപ്പോൾ ഇനി സൗത്ത് ആഫ്രിക്കയെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് MC രാമഫോസയാണ് സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ ക്യാപിറ്റൽ 3 ക്യാപിറ്റലാണ് ഉള്ളത്. ഒന്ന് പ്രെട്ടോറിയ, എക്സിക്യൂട്ടീവ് ക്യാപിറ്റലിനെ പ്രെട്ടോറിയ എന്നാണ് അറിയപ്പെടുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രെട്ടോറിയയാണ്. അതുപോലെ ജുഡീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബ്ലോംഫോണ്ട് ആണ് ജുഡീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ കേപ്പ് ടൗൺ ആണ് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ. അപ്പോൾ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേപ്പ് ടൗൺ ആണ്. അപ്പോൾ 3 തലസ്ഥാനങ്ങളാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉള്ളതൊന്നും എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ആൻഡ് ലെജിസ്ലേറ്റീവ്. പ്രെട്ടോറിയ, ബ്ലോംഫോണ്ട് ആൻഡ് കേപ്പ് ടൗൺ ആണ് 3 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി സൗത്ത് ആഫ്രിക്കയുടെ കറൻസി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ 2 എന്നാണ്. സൗത്ത് ആഫ്രിക്കൻ 2 എന്നാണ് ഇവരുടെ കറൻസി അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്റർനാഷണൽ നെൽസൺ മണ്ടേല ദിനം എന്നാണ്? ജൂലൈ 18-നാണ്. അപ്പോൾ ജൂലൈ 18-നാണ് ഇന്റർനാഷണൽ നെൽസൺ മണ്ടേല ദിനമായിട്ട് ആചരിക്കുന്നത്. ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്? UN ആണ്. യുഎന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ഓർക്കുക. അടുത്ത ചോദ്യം ഇതാണ്, HCL ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായ വനിത. അപ്പോൾ HCL ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഒരു വനിത നിയമിതയായിട്ടുണ്ട്. ആരാണ് ആ വനിത എന്നുള്ളതാണ്? റോഷ്നി നാടാർ മൽഹോത്രയാണ്. അപ്പോൾ HCL ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്, പുതിയ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് റോഷ്നി നാടാർ മൽഹോത്രയാണ്. ശ്രദ്ധിക്കുക, റോഷ്നി നാടാർ മൽഹോത്ര. രാജ്യത്തിൽ, ഇന്ത്യയിൽ IT കമ്പനി നയിക്കുന്ന ആദ്യത്തെ വനിതയാണ് ആര്? റോഷ്നി നാടാർ മൽഹോത്ര എന്ന് പറയുന്നത്. 36,800 കോടി രൂപയാണ് ഈ റോഷ്നി നാടാർ മൽഹോത്രയുടെ ആസ്തി എന്ന് പറയുന്നത്. 36,800 കോടി രൂപയാണ് ആസ്തി. അപ്പോൾ രാജ്യത്തെ ഹൂറൂൺ ഏജൻസി പ്രകാരം, അതായത് ഹൂറൂൺ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പന്ന വനിത എന്നുള്ളത് ആരാണ്? റോഷ്നി നാടാർ മൽഹോത്രയാണ്. അപ്പോൾ ഏതാണ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഹൂറൂൺ എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ സമ്പന്ന വനിത എന്ന് പറയുന്നത് റോഷ്നി നാടാർ മൽഹോത്രയാണ്. എത്രയാണ് ആസ്തി? 36,800 കോടി രൂപയാണ് ആസ്തി എന്ന് പറയുന്നത്. ഇനി ഫോർബ്സ് മാഗസീന്റെ റിപ്പോർട്ട് പ്രകാരം, മറ്റൊരു മാഗസീന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ 100 ശക്തരായ വനിതകളിൽ 54-ാം സ്ഥാനം. അപ്പോൾ ആദ്യത്തെ 100 ശക്തരായ വനിതകളിൽ 54-ാം സ്ഥാനമാണ് റോഷ്നി നാടാർ മൽഹോത്രയുടെ. എത്രാം സ്ഥാനമാണ്? 54-ാം സ്ഥാനം. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട IT കമ്പനികളുടെ ഹെഡായിട്ട് നിലവിൽ എത്തുന്ന ഒരു വനിതയാണ് റോഷ്നി നാടാർ മൽഹോത്ര എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് കമ്പനി എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണ്, അതിന്റെ ഹെഡായിട്ട് എത്തുന്ന ഒരു വനിതയാണ് ആര്? റോഷ്നി നാടാർ മൽഹോത്ര എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു,
HCL ടെക്നോളജീസിന്റെ ചെയർപേഴ്സണായിട്ട് നിയമിതയായ വനിത ആര് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റോഷ്നി നാടാർ മൽഹോത്രയാണ്. അപ്പോൾ രാജ്യത്തിൽ IT കമ്പനി നയിക്കുന്ന ആദ്യത്തെ വനിതയാണ് റോഷ്നി നാടാർ മൽഹോത്ര എന്ന് പറയുന്നത്. അതുപോലെ 36,800 കോടി രൂപയാണ് റോഷ്നി നാടാർ മൽഹോത്രയുടെ ആസ്തി എന്ന് പറയുന്നത്. അതുപോലെ ആദ്യത്തെ സമ്പന്ന വനിതയാണ്. ആരുടെ റിപ്പോർട്ട് പ്രകാരം? ഹൂറൂൺ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ സമ്പന്ന വനിതയാണ് റോഷ്നി നാടാർ മൽഹോത്ര എന്ന് പറയുന്നത്. അതുപോലെ ഫോബ്സ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ 100 ശക്തരായിട്ടുള്ള വനിതകളിൽ 54ാം സ്ഥാനമാണ് റോഷ്നി നാടാർ മൽഹോത്രയ്ക്ക്. അതുപോലെ IT കമ്പനികളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖമായിട്ടുള്ള ഒരു IT കമ്പനിയുടെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത എന്ന് പറയുന്നതും റോഷ്നി നാടാർ മൽഹോത്രയാണ്. ഇനി മറ്റൊരു ചോദ്യമാണ് ഫെഡറൽ ബാങ്കിന്റെ പുതിയ MDയും CEO. അപ്പോൾ ഫെഡറൽ ബാങ്കിന് ഒരു MDയും CEOയുടെ നിയമനം വന്നിട്ടുണ്ട്. ആര് എന്നുള്ളതാണ് ചോദ്യം. ഇദ്ദേഹം നിലവിലുണ്ടായിരുന്ന ഒരു MD ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ശ്യാം ശ്രീനിവാസ് ആണ്. അദ്ദേഹത്തിന്റെ കാലാവധി സെപ്റ്റംബർ 23-ന് തീരുന്നതാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തെ MDയും CEO ആയിട്ട് വീണ്ടും അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. 2022 സെപ്റ്റംബർ വരെയാണ് ഇനി പുതിയ കാലാവധി എന്ന്. അപ്പം നിലവിലെ MD ആയിരുന്ന ശ്യാം ശ്രീനിവാസിനെ വീണ്ടും സെപ്റ്റംബർ 2022 വരെ ഈ ചുമതല അധികമായിട്ട് വീണ്ടും ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ MDയും CEO എന്ന് പറയുന്ന ആരാണ്? ശ്യാം ശ്രീനിവാസ്. അടുത്ത ചോദ്യം ഇതാണ്, ഗാബണിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? അപ്പോൾ സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമായ ഗാബണിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം റോസ് ക്രിസ്റ്റീൻ ഒസൂക്ക റബോണ്ടയാണ്. റോസ് ക്രിസ്റ്റീൻ ഒസൂക്ക റബോണ്ട. 56 വയസ്സാണ്. സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമായ ഗാബണിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്, ഗാബണിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? റോസ് ക്രിസ്റ്റീൻ ഒസോക്ക റബോണ്ടയാണ്. 56 വയസ്സാണ്. ഇനി ഈ ഗാബണിനെ പറ്റി പറയുമ്പോൾ ഇതൊരു സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമാണ്. സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമാണ്. ഇതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലിബ്രവെല്ലയാണ്. ലിബ്രവെല്ലയാണ് ഇതിന്റെ ക്യാപിറ്റൽ. ലിബ്രവെല്ലയാണ്. ഇതിന്റെ ബോർഡർ എന്ന് പറയുന്നത് ബോർഡർ അതിർത്തി രാജ്യങ്ങൾ ഒന്ന് ഗിയാനയുടെയൊക്കെ അതിർത്തി പ്രദേശം അതിർത്തി രാജ്യങ്ങളാണ്. അപ്പോൾ ഗിയാന ഒരു അതിർത്തി രാജ്യമാണ്. അതുപോലെ കോങ്കോ, ഇതൊക്കെ തന്നെ ഇതിന്റെ അതിർത്തിയിൽ വരുന്ന രാജ്യങ്ങളാണ്. സെൻട്രൽ ആഫ്രിക്കൻ കൺട്രിയാണ് ഗാബൺ എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? റോസ് ക്രിസ്റ്റീൻ ഒസൂക്കോ റബോണ്ടയാണ്. റൊസൂക്കോ റബോണ്ടോ. ഇനി അവരുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? അപ്പോൾ ഗാബണിന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അലി ബോങ്കോ ഒഡീംബ. അലി ബോങ്കോ ഒഡീംബയാണ്. അലി ബോങ്കോ ഒഡീംബയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഗാബണിന്റെ പ്രസിഡന്റ് അലി ബോങ്കയാണ്. റോസ് ക്രിസ്റ്റീനാണ് ആദ്യ വനിതാ പ്രധാനമന്ത്രി, നിലവിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇനി അവരുടെ ലാംഗ്വേജ് ഏതാണ് എന്ന് പറയുന്നത്? ഫ്രഞ്ച് ആണ്. ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കറൻസി എന്ന് പറയുന്നത് സെൻട്രൽ ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ്. അപ്പോൾ സെൻട്രൽ ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ് കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ രാജ്യത്തെ കുറിച്ച് പഠിക്കുന്നു. ഗാബണിന്റെ പുതിയ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രി, ആദ്യമായിട്ടൊരു വനിതാ പ്രധാനമന്ത്രി വരുന്നു. റോസ് ക്രിസ്റ്റീൻ ആണ്. പ്രസിഡന്റ് ആരാണ്? അലി ബോങ്കയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലിബ്രവെല്ലയാണ്. ലിബ്രവെല്ലയാണ് ക്യാപിറ്റൽ. ഇനി സെൻട്രൽ ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ് ഇവരുടെ കറൻസി എന്ന് പറയുന്നത്. സെൻട്രൽ ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ് കറൻസി. ഫ്രഞ്ച് ആണ് ഇവരുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഗാബണിന്റെ കാര്യമാണ് പറയുന്നത്. സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ചോദ്യം, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ്? പ്രവീൺ സിദ്ധാർത്ഥ. പ്രവീൺ സിദ്ധാർത്ഥയാണ് നമ്മുടെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. വിക്രം സിംഗ് എന്ന് പറയുന്ന മുൻ സെക്രട്ടറി, അദ്ദേഹം ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മാറിപ്പോവുകയാണ്. അപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയത്തിലേക്ക് വിക്രം സിംഗ് പോകുന്ന ഒഴിവിലേക്കാണ് പ്രവീൺ സിദ്ധാർത്ഥ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണയോടുകൂടി നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ട് ഏതാണ്? അപ്പോൾ ചോദ്യം ഇതാണ്, പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ട്, ഡാമിയർ എന്നാണ് അതിനെ പറയുന്നത്. ഡാമിയർ അണക്കെട്ടാണ്. ഇത് ആരുടെ പിന്തുണയോടുകൂടിയാണ്? ചൈനയുടെ പിന്തുണയോടുകൂടിയാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ ചൈനയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടാണ് ഡാമിയർ. ഇതിന്റെ ഉദ്ഘാടനം പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻഖാൻ ബുധനാഴ്ചയാണ് നിർവഹിച്ചത്. അപ്പോൾ ബുധനാഴ്ചയാണ് ഇതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞത്. ഇതെവിടെയാണ്? ഗിൽജിത് ബാൽഡിസ്ഥാൻ ജിലാസിലാണ് ഈ പുതിയ അണക്കെട്ട് ഇപ്പോൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ചൈനയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടാണ്
ഡാമിയർ എന്ന് പറയുന്നത്. ഇതെവിടെയാണ്? ഗിൽജിത് ബാൽഡിസ്ഥാൻ ചിരാസിലാണ്. ഇത് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററായ ഇമ്രാൻ ഖാനാണ് ഇതിപ്പോൾ ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായ വർഷം 1993. അപ്പോൾ ഈ ശരിയായ ഉത്തരം പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കും കൺഗ്രാറ്റുലേഷൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനി ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.